ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. പണ്ട് നമ്മൾ അംഗനവാടിയിലൊക്കെ പോകുന്ന സമയത്ത് കിട്ടാറുള്ള ഉപ്പുമാവാണ്. അന്നത് വലിയ ടേസ്റ്റ് ഒന്നും നമുക്ക് തോന്നിയിരുന്നില്ലെങ്കിലും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ബൗളോളം ഞാനിത് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. അതിന് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. ഇനി എങ്ങനെയാണ് ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ ഉണ്ടാക്കാം. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബട്ടറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറ്റൊക്കെ നോക്കുമ്പോൾ ബട്ടർ എപ്പോഴും നല്ലതാണ്, അതുകൊണ്ടാണ് ഞാനിതിൽ ബട്ടറിൽ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കടുകാണ്. ഒരൽപ്പം കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ഉണക്കമുളകാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് അത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകിനെ ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് ഒരു ഇളം ഗോൾഡൻ നിറം ആവുന്നത് വരെ ഒന്ന് നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ നിറമൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതാ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അര ഒണിയനാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം കുറവ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റിനെ ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം ചെറുതായിട്ട് ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരക്കപ്പിന് 1.5 കപ്പ് എന്നളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പുണ്ടല്ലോ, അതായത് ഗോതമ്പ് നുറുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിടെ ഇതൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കടായി ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. മറ്റേ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ താഴെ പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടെ. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. കുറച്ച് നാളികേരം ചിരുകിയതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.